സമസ്തയ്ക്കുള്ളിലെ തർക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന മുഷാവറ യോഗത്തിൽ വാക്കേറ്റം. സാദിഖ് അലി തങ്ങൾക്കെതിരായ പരാമർശത്തിൽ ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തി ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നതോടെയായിരുന്നു വാക്കേറ്റം. തുടർന്ന് മുഷാവറ പിരിഞ്ഞു. തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക മുഷാവറ ചേരുമെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. ഇത് ചർച്ച തുടങ്ങിയിട്ടുള്ളൂ, അത് അതിലേക്ക് എത്തി അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനെ സംബന്ധിച്ചും ഉള്ള പരാതികളുണ്ട്. ആ പരാതികൾ വിശദമായി അടുത്ത് അതിനെ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു മുഷാവറയിൽ ചർച്ച ചെയ്യും. ഭിന്നതയില്ലാന്ന് ഞാൻ ഒന്നും പറഞ്ഞല്ലോ ഭിന്നതയില്ലാന്ന്. പിന്നെന്താ, ആധാരത്തിലുള്ള ചില സംശയങ്ങളുണ്ട്, മനസ്സിലായ? അത് ആ വഖഫ് സാധൂകരിക്കപ്പെടാൻ പറ്റണയും അല്ലാത്തയാവുന്ന ചില കാര്യങ്ങൾ അതിൽ വായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി പഠനം നടത്തിയിട്ട് സമസ്തകളുടെ ജമീയത്തുൽ ഉലമാന്റെ തീരുമാനം പറയും. യോഗത്തിന്റെ കാര്യം പറയേണ്ടത് തങ്ങളാണ്. അദ്ദേഹം അത് പറയുന്നത്, അപ്പുറം ഞങ്ങളൊന്നും പറയേണ്ടതില്ല. അതാണ് വിഷയം കേട്ടോ. അതും ഇപ്പോൾ ഓരാ തീരുമാനിക്കേണ്ടത്. ഞാനൊരു പറഞ്ഞത് കേൾക്കാന്നല്ലാതെ അപ്പുറം ഒന്നും പറയാൻ കഴിയൂല. അങ്ങനെ കത്തുണ്ടായിരുന്നു, കത്തൊന്നും വായിച്ചില്ല, കണക്കിലെടുത്തില്ല. കത്തൊക്കെ മാറ്റി വെച്ചതാ. ഓക്കെ. അതേസമയം സമസ്ത മുഷാവറയിൽ നിന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത തള്ളി സമസ്ത. ചില ചാനലുകളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും സമസ്ത വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, യഥാർത്ഥത്തിൽ സമസ്ത മുഷാവറയിൽ ഇന്ന് എന്താണ് സംഭവിച്ചത്? സാധാരണഗതിയിൽ നടക്കാത്തതിനപ്പുറത്തേക്ക് ചൂടേറിയ വാഗ്വാദം, തർക്കം അതാണ് യഥാർത്ഥത്തിൽ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗം പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന് പോലും റിപ്പോർട്ടുകളുണ്ടല്ലോ. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെയാണ് വിവിധ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലീഗ് അനുകൂല വിരുദ്ധ ചേരികൾ അത് രണ്ടായി തന്നെ മാറുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ മുഷാവറ ചേരുന്നത്. സ്വാഭാവികമായും ഈ ഇരുപക്ഷവും അതിൻ്റെ വിവിധ തലങ്ങളിലുള്ള പരാതികൾ മുഷാവറയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ചർച്ചയ്ക്കെടുക്കുകയും ചെയ്തു. അതിൽ സുപ്രഭാതത്തിന് വന്നിട്ടുള്ള ചില വീഴ്ചകൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ ആ തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയിട്ടുള്ള പരസ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ മുഷാവറ അംഗമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം നടത്തിയിട്ടുള്ള പരാമർശം. അതിൽ ഖാദി ഫൗണ്ടേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ പരാമർശം. ആ പരാമർശവുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടുകയും ആ വിശദീകരണം ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുകയും ചെയ്തു. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ബഹാവുദ്ദീൻ നദ്വി ഒരു അഭിപ്രായം പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേളയിൽ ഇപ്പോൾ ഉമർ ഫൈസി ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിനകത്ത് ഇരിക്കുന്നത് ശരിയല്ല എന്നുള്ള നിലപാടാണ് ബഹാവുദ്ദീൻ നദ്വി സ്വീകരിച്ചത്. എന്നാൽ തനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് താനും ഈ മജ്ലിസിൽ ഉണ്ടാകണം എന്ന കാര്യമാണ് ഉമർ ഫൈസി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റം ഉണ്ടായത്. വാക്കേറ്റം നീണ്ടുപോകുകയും അത് പിന്നീട് ഈ മറ്റ് ചർച്ചകളെ അത് ബാധിക്കുകയും ചെയ്തു. ആ വേളയിലാണ് പിന്നീട് യോഗം, ഈ മുഷാവറ യോഗം അവസാനിപ്പിച്ച് ആ യോഗം പിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ട വേളയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ഒരു വിമർശനവും വലിയൊരു വിവാദവും സംസ്ഥയ്ക്കകത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. യോഗശേഷം മാധ്യമങ്ങളെ കണ്ട വേളയിലാണ് ജിഫ്രി തങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയത്. ഇതിനിടയിൽ ചില മാധ്യമങ്ങളിൽ ചില വാർത്തകൾ പ്രചരിച്ചു. അത് ജിഫ്രി തങ്ങൾ ഈ യോഗാധ്യക്ഷൻ കൂടിയായിട്ടുള്ള സംസ്ഥയുടെ അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയി എന്നുള്ളതായിരുന്നു. എന്നാൽ അത്തരം വാർത്തകൾ തെറ്റാണ് എന്നും അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് ചില മാധ്യമങ്ങൾ നൽകുന്നത് എന്നും സംസ്ഥയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ള ആ വാർത്ത, അത്തരം സംഭവങ്ങളെ സംസ്ഥ തന്നെ നിഷേധിക്കുന്നുമുണ്ട്. വിജയകുമാർ. ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്ന നിലയിൽ സമസ്തയിലുണ്ടായ ചേരിതിരിവിനിടെയായിരുന്നു മുഷാവറ ചേർന്നത്. അതിൽ വലിയ വാക്കേറ്റം, തർക്കം ഉണ്ടായി എന്നാണ് ഏറെക്കുറെ ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ സമസ്ത ഒരു കാര്യം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നുണ്ട്. സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ സമസ്ത അറിയിക്കുന്നത്. ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത സമസ്ത നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ നിരാകരിക്കുകയാണ്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.